MS പ്രഡിക്ഷൻ നിങ്ങളുടെ ലൈവിലേക്ക് എത്തുന്നതിന് മുമ്പേ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു വെച്ചാലോ? നേരത്തെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ കാണുന്ന ആൾക്കാർ ഇന്ന് രാത്രി 7:30 MS സൊല്യൂഷൻസിൻ്റെ കെമിസ്ട്രി ലൈവിലേക്ക് വന്നിരിക്കണം. വരാത്തവർക്ക് MS കിട്ടൂല, അത് വേറെ കാര്യം. കാരണം എന്താ അറിയോ, നമ്മൾ ഇന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും വരുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ വന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ സെറ്റാക്കി വെച്ചോളാണ്ട് കേട്ടോ. അതിന് പഠിച്ചോളി. നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യം, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം പഠിക്കാനുണ്ട് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ. അതിൽ നിങ്ങൾക്ക് മീഥൈൻ്റെ ക്ലോറിനുമായിട്ടുള്ള റിയാക്ഷൻ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മീഥൈന് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്. ക്ലോറോമീഥൈൻ, ഡൈക്ലോറോമീഥൈൻ, ട്രൈക്ലോറോമീഥൈൻ, ടെട്രാക്ലോറോമീഥൈൻ. ഇതിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് നിങ്ങളോട് ഇത് പൂരിപ്പിക്കാൻ പറയും. സോ അത് കറക്റ്റ് പഠിച്ചു വെക്കണം. അതായത് ഇവിടെ എന്ത് ചെയ്യും, അപ്പോൾ ഇതാണെങ്കിൽ CH2, ഇതിപ്പോൾ ഡൈക്ലോറോമീഥൈനാണ്, ഇത് ട്രൈക്ലോറോമീഥൈനാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ പോകുന്നു, അങ്ങോട്ടേക്ക് ഒരു ക്ലോറിൻ വരുന്നു. ഒരാൾ പോയിട്ട് വേറൊരാൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ റിയാക്ഷനെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഇതിന് ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ആ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അഡീഷൻ റിയാക്ഷൻ ഉറപ്പിച്ചോളി. ഈഥൈൻ തന്ന് 2 H2 ആഡ് ചെയ്താലാണ് ഈഥൈൻ ആവുക എന്നുള്ളതും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 1 H2 ആഡ് ചെയ്തിട്ടാണ് ഈഥൈൻ ആവുക. സോ ഈ ഒരു കൺവേർഷൻ റിയാക്ഷൻ നിങ്ങളോട് അഡീഷൻ റിയാക്ഷൻ ഡയറക്റ്റ് തന്നെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഈഥൈനിൽ നിന്ന് ഈഥൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടി നമ്മുടെ പോളിമേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിൽ 5 പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ടെഫ്ലോണും അതോടൊപ്പം തന്നെ ഒർലോണും പിന്നെ നമ്മുടെ PVC ആണ്. ടെഫ്ലോണ്, ഒർലോണ്, PVC അവരുടെ മോണോമറുകളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ യൂസും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പാട്ടുണ്ടാക്കി നമ്മൾ പാടി പഠിച്ചതാണ് അതൊക്കെ. ഓക്കെ, ഇനി നമ്മുടെ കണ്ടൻസേഷൻ പോളിമർ വരികയാണെങ്കിൽ നൈലോൺ ഓൾറെഡി നമ്മുടെ മോഡലിന് ചോദിച്ചിട്ടുണ്ട്. എന്നാലും നൈലോണിൻ്റെ അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലും ഡയമീനും കൂടിയുള്ള റിയാക്ഷൻ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. റിയാക്ഷൻ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ പോളിയസ്റ്റർ, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്തായാലും ഒരു ചോദ്യം വരും. അതിൽ ഏതാണെന്ന് ഒറ്റയടിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ മോഡലിന് നൈലോൺ ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അതെന്തായാലും വരുമെന്ന് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ കമ്പസ്റ്റൻ റിയാക്ഷൻ, നമ്മുടെ കമ്പസ്റ്റനും തെർമൽ ക്രാക്കിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങളോട് ഡയറക്റ്റ് റിയാക്ഷൻ ചെയ്താനാണ് പറയുക. അതായത് മീഥൈനെ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് കിട്ടും? കാർബൺ ഡയോക്സൈഡും വാട്ടറും ഹീറ്റും ലൈറ്റും കിട്ടും. ഇനി പ്രൊപ്പൈൻ്റെ തെർമൽ ക്രാക്കിംഗ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഈ 2 റിയാക്ഷനും ഡയറക്റ്റ് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മെത്തനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ, കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെ മെത്തനോൾ ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെ എഥനോയിക് ആസിഡ് ഉണ്ടാക്കാം. 2 റിയാക്ഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു റിയാക്ഷൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 50-50 ചാൻസ് ആണ്. അതായത് നമ്മുടെ എത്തനോൾ ഉണ്ടാക്കുക, 2 ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഇൻവെർട്ടേസും സൈമേസൊക്കെ ഉപയോഗിച്ചിട്ട് പഞ്ചസാരയിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ 50-50 ചാൻസ് ആണ്. പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ പഠിക്കണം. പക്ഷേ 50% ചാൻസേ ഉള്ളൂ കേട്ടോ. കാര്യം മുൻ വർഷങ്ങളിലും ഇതങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഈ വർഷത്തെ ഒരു സെറ്റിലൊരു ചോദ്യമായിട്ടുണ്ട്. ആ റിയാക്ഷൻ ഡയറക്റ്റ് ചെയ്താൽ പറയുന്നുണ്ട്. നിങ്ങളോട് ചിലപ്പോൾ അത് പൂരിപ്പിക്കാനൊക്കെ ആയിരിക്കും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞതാ, കാർബൺ മോണോക്സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ മെത്തനോളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഥനോയിക് ആസിഡ് കിട്ടും. ഇനി ചാപ്റ്റർ 3ലേക്ക് പോവുകയാണെങ്കിൽ, ചാപ്റ്റർ 3 അല്ല, നമ്മുടെ ചാപ്റ്റർ 5 പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇലക്ട്രോളിസിസ് പഠിക്കാനുണ്ട്. ആ ഇലക്ട്രോളിസിസ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചത് മോൾട്ടൺ NaCl ആണ്. അതുകൊണ്ട് തന്നെ അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl, സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ചില ചോദ്യ പേപ്പറിൽ 3 മാർക്ക് അങ്ങോട്ട് തികയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് 2ഉം കൂടി മിക്സായിട്ട് ചോദിക്കാറുണ്ട്. സോ ഈ 4 റിയാക്ഷൻ പഠിച്ചാൽ പരിപാടി അവിടെ കഴിഞ്ഞു. 3 മാർക്ക് സെറ്റാണ്. ഓക്കെ, 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. റെഡി. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് ഓൾറെഡി മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയേക്കാം. അതുകൊണ്ട് ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ സാധ്യത കോപ്പറും അയണും എവിടെ ചോദിച്ചു, മോഡലിന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിൽവർ വരാനൊരു ചാൻസ് ഉണ്ട്, അതുപോലെ ഗോൾഡ് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കി വെക്കുന്നത് ബെറ്ററാണ്. ഇനി 6ാമത്തെ ചാപ്റ്റർ ഇതിൽ നിന്ന് ഒരു സാധനങ്ങളോട് ചോദിക്കും. ഏറ്റവും കൂടുതൽ ചാൻസ് ബോക്സൈറ്റ്, പിന്നെ ZnCO3, പിന്നെ CuFeS2, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് കേട്ടോ. അതായത് 1 മാർക്കിന് ഇവൻ്റെ പേര് ചോദിക്കും, ആരാണെന്നുള്ള ആരാണെന്ന് ചോദിക്കും. ഓക്കെ,
ഇനി നമ്മുടെ ഹൈഡ്രോളിക് വാഷിങ്ങും ഫ്രോത്ത് ഫ്ലോട്ടേഷനും, ജലപ്രവാഹത്തിൽ കഴുകലും, അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലവന പ്രക്രിയ എഴുതി വെച്ചോ മാർക്ക് ചെയ്തോ ചോദിച്ചിരിക്കും, യാതൊരുവിധ സംശയവുമില്ല. ഓക്കെ, ഞാനിങ്ങനെ സൈഡിൽ SSLC പബ്ലിക് എക്സാം 2006 എഴുതാത്ത എന്താണെന്നറിയോ, ഇന്ന് രാത്രി 7:30 നമ്മൾ അതിൻ്റെ ചോദ്യം തന്നെ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞുതരും. നിങ്ങളോടൊപ്പം ഞാനിത് പഠിക്കാനാണ് പറയുന്നത്, പക്ഷേ ഈ ചോദ്യം എങ്ങനെ വരും എന്നുള്ളത് കറക്റ്റ് രാത്രി 7:30 ഞാൻ പറഞ്ഞു തരും. അതിൽ യാതൊരുവിധ കോംപ്രമൈസും MSനില്ല. ഇനി ആരും എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല, കറക്റ്റ് ചോദ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഹൈഡ്രോളിക് വാഷിംഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉണ്ട്. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഹൈഡ്രോളിക്, ആർക്ക് ഓറിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകുക, ഓറിന് സാന്ദ്രത കുറവാണെങ്കിൽ പ്ലവന പ്രക്രിയ. ഓക്കെ, അത് പഠിച്ചു വെച്ചോ. എക്സാമ്പിൾ തന്നുകൊണ്ടാണ് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ സിങ്ക് ബ്ലെൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് റോസ്റ്റിംഗും ഉണ്ട്, കാൽസിനേഷൻ ഉണ്ട്, രണ്ടും ചോദിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ റോസ്റ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഡയറക്റ്റ് ചെയ്താനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക എന്താണെന്ന് അറിയോ? ഇപ്പോൾ സിങ്ക് കാർബണേറ്റ് ഇതിനെ എങ്ങനെയാണ് ഓക്സൈഡ് ഓറാക്കി മാറ്റുക? കാൽസിനേഷൻ ആണോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ആണോ? അപ്പോൾ കാർബണേറ്റ് ഓറുകൾ ഓക്സൈഡാക്കി ഉപയോഗിക്കുന്നത് കാൽസിനേഷനാണ്. അതെങ്ങനെ ചെയ്യുക? എയറിൻ്റെ അബ്സെൻസിലാണ് ചെയ്യുക. കാൽസിനേഷൻ എങ്ങനെ ചെയ്യുക? എയറിൻ്റെ അബ്സെൻസിലാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ അബ്സെൻസ് ആട്ടോ വരുന്നത്. ഓക്കെ, എയറിൻ്റെ അബ്സെൻസിലാണ് കാൽസിനേഷൻ നടക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഉറപ്പിച്ചോളി മക്കളെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ചോദിക്കും. പക്ഷെ അത് 1 മാർക്കാവാം, 2 മാർക്കാവാം, ചിലപ്പോൾ 3 മാർക്ക് തന്നെ ആവാം. ഓക്കെ, അതുകൊണ്ട് ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് 3 പഠിച്ചു വെച്ചോ. ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ലിക്വേഷൻ്റെ എക്സാമ്പിൾ പഠിക്കുക, ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ പഠിക്കുക, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് സിൽവറും കോപ്പറും മാത്രമേ ഉള്ളൂ. ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇതിങ്ങനെ തന്നെ പഠിച്ചോ, ചോദിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെഡിനെയും ടിന്നിനെയും ശുദ്ധീകരിക്കുന്ന മെത്തേഡ്, റിഫൈൻ ചെയ്യുന്ന മെത്തേഡ് ലിക്വേഷൻ. എന്തുകൊണ്ടാണ് അവരെ ലിക്വേഷൻ ചെയ്യുന്നത്? അവർക്ക് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ് പരിപാടി. ഓക്കെ, ഇനി ഇതൊരു 50-50 ചാൻസ് ആട്ടോ. അലോയ് സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണും. അതുകൊണ്ട് ഈ 3 സ്റ്റീലിൻ്റെ എക്സാമ്പിളും അതിൻ്റെ യൂസും പഠിച്ചു വെച്ചോ. ഇതിൻ്റെ പാട്ട് ഞാൻ രാവിലത്തെ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, ഇനി എക്സ്ട്രാക്ഷൻ ഓഫ് അയോൺ പറയാനൊന്നുമില്ല. 3 മാർക്കിൻ്റെ സെക്ഷനിൽ എന്തായാലും ചോദിക്കും. 4 അല്ല, 3 മാർക്കിൻ്റെ സെക്ഷനിൽ 2 അല്ല, 1 അല്ല, 4 അല്ല, 3 മാർക്കിൻ്റെ സെക്ഷനിൽ 13ാമത്തെയോ 14ാമത്തെയോ ചോദ്യമായിട്ട് ചോദിക്കുന്നത് അയണിൻ്റെ എക്സ്ട്രാക്ഷൻ ആയിരിക്കും. റെഡി? ഓക്കെ, ഇനി നമ്മൾ ബോക്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ, അലുമിനിയിലേക്ക് വരികയാണെങ്കിൽ അലുമിനയുടെ എക്സ്ട്രാക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആനോഡ് ആരാണ്? കാഥോഡ് ആരാണ്? ഇലക്ട്രോലൈറ്റ് ആരാണ്? അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആരാണ്? ക്രയോലൈറ്റ്, മോൾട്ടൺ ക്രയോലൈറ്റ് ആണ്. എന്തിനാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? റിയാക്ഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലോ. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ ഉണ്ട്, കാഥോഡിൽ റിഡക്ഷൻ ഉണ്ട്. ആനോഡിലേക്കാണ് ഓക്സിജൻ എത്തുന്നത്, കാഥോഡിലാണ് അലൂമിനിയം കിട്ടുന്നത്. അങ്ങനെ അലൂമിനിയത്തിന് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. ചോദ്യം ചോദിച്ചിരിക്കും. സുപ്രീം ടെൻഡർ ഓഫ് ദ പോലീസ്. ഓക്കെ, 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോയാൽ ഒന്നും പറയാനില്ല. എല്ലാവർക്കും അറിയാം, അമോണിയൻ്റെ ലാബിലെ പ്രിപ്പറേഷൻ ചോദിക്കും. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ചോദിച്ചിരിക്കും. അത് 3 മാർക്കിൻ്റെ സെക്ഷനാണ്. ഓക്കെ, പിന്നെ ലിക്വിഡ് അമോണിയ നമ്മുടെ മോഡൽ എക്സാമിൽ ചോദിച്ചുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. ഇനി ഈ ഒരു സൾഫ്യൂരിക് ആസിഡിൻ്റെ റിയാക്ഷൻ പരീക്ഷാ പേപ്പറിൽ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി അതിലും വലിയൊരു സാധനമൊന്നും ഇതിനില്ല. അതുകൊണ്ട് വരാതിരിക്കാനൊരു ചാൻസ് കാണുന്നുണ്ട്. എന്നാൽ വരികയാണെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യും? ആ ഗ്രാഫ് തന്നെ വരയ്ക്കാനായിരിക്കും പറയാം. എസ് എന്താവും? സൊട്ടു ആവും. സൊട്ട് എന്താവും? സ്വത്രിയാകും. സ്വത്രി എന്താകും? ഒലിയമാകും. ഒലി എന്താവും? സൾഫ്യൂരിക് ആസിഡ് ആകും. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 2 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. 3ലേക്കും പോകാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, പിന്നെ അഥവാ ഈ ചാപ്റ്ററിൻ്റെ അങ്ങോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ പഞ്ചസാരയിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്ന റിയാക്ഷൻ എഴുതാനും ഡീഹൈഡ്രേറ്റിംഗ് നാച്ചർ അഥവാ നിർജ്ജലീകരണ ഗുണത്തെക്കുറിച്ച് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സാൾട്ട്, റിയാക്ഷൻ വിത്ത് സാൾട്ട് പഠിച്ചു വെക്കണം. റിയാക്ഷൻ വിത്ത് സാൾട്ട്, ക്ലോറൈഡ് ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും, നൈട്രേറ്റ് ആണെങ്കിൽ നൈട്രിക് ആസിഡുമാണ് പുറത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുതരിക. പഠിച്ചു വെച്ചോളാണ്ടി, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. പിന്നെ ക്ലോറാൽക്കലി പ്രോസസ്സ് പഠിച്ചു വെച്ചോ. ക്ലോറാൽക്കലി പ്രോസസ്സ്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ക്ലോർ ആൽക്കലി പ്രോസസ്സ് പരീക്ഷാ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കും. നല്ല ചാൻസ് ഉണ്ട്. 99% ചാൻസ് ഉള്ള റിയാക്ഷനാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. റെഡി? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എങ്ങനെ ചോദ്യങ്ങൾ വരും സാർ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അത് കറക്റ്റ് ഞാൻ രാത്രി 7:30 സെറ്റാക്കി തരാം. ലൈവിലേക്ക് വന്നാൽ മതി കേട്ടോ. ബൈ.